ഹായ് ഗൈസ്, എല്ലാവർക്കും ലെറ്റ്സ് ട്രാവൽ വിത്ത് ഷിൻഡു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ ഇറങ്ങിയ ഒരു ദിവസം ഞാൻ എങ്ങോട്ടൊക്കെ പോയി എന്നാണ് കാണാൻ പോകുന്നത്. പ്രിയദർശിനി ബസ് കയറി ഞാൻ വൈക്കത്തെത്തി. ആദ്യം തന്നെ നമ്മൾ കാണുന്ന മുനിസിപ്പൽ പാർക്കാണ്. കോട്ടയം ജില്ലയിലെ വൈക്കം നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മനോഹരമായ ഒരു വിശ്രമ കേന്ദ്രമാണ് വൈക്കം മുനിസിപ്പൽ പാർക്ക്. വൈക്കം ബോട്ട് ജെട്ടിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് കുടുംബങ്ങൾക്കും കുട്ടികൾക്കും വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. സാധാരണയായി വൈകുന്നേര സമയങ്ങളിലാണ് ഈ പാർക്ക് തുറന്നു പ്രവർത്തിക്കുന്നത്. അടുത്തതായി കാണുന്നത് വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയമാണ്. മഹാത്മാഗാന്ധിയുടെ വൈക്കം സന്ദർശനം, അയിത്തോച്ചാടനം, സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പഴയകാല രേഖകൾ, ചിത്രങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഇത്തരം വീഡിയോസ് പ്രദർശിപ്പിക്കുന്നതിനായി ഒരു മിനി തിയേറ്ററും ഉണ്ട്. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവർത്തന സമയം. അടുത്തതായി കാണാൻ പോകുന്നത് വൈക്കം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. ഇവിടെയുള്ള ശിവലിംഗം ത്രേതായുഗത്തിലേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വൃശ്ചിക മാസത്തിൽ, അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ആഘോഷിക്കുന്ന വൈക്കത്തെ അഷ്ടമിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. മാത്രവുമല്ല, കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ ബലിക്കല്ലുകളിലൊന്ന് വൈക്കം ക്ഷേത്രത്തിലാണ്. കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന ശിവനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകുന്നേരം സദാശിവനായും വൈക്കത്തപ്പനെ സങ്കല്പിച്ച് പൂജകൾ നടത്തുന്നു. അടുത്തതായി കാണുന്നത് വൈക്കം ബോട്ട് ജെട്ടിയാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സ്മരണകൾ അലയടിക്കുന്നതാണ് വൈക്കത്തെ പഴയ ബോട്ട് ജെട്ടി. 1925 മാർച്ചിൽ വൈക്കം സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കാൻ ജലമാർഗം എത്തിയ മഹാത്മാഗാന്ധി ഇവിടെയാണ് ബോട്ടിൽ നിന്നിറങ്ങിയത്. കൊച്ചിയിൽ നിന്ന് ബോട്ട് മാർഗം വൈക്കത്തെത്തിയ ഗാന്ധിക്ക് കെ കേളപ്പൻ ഉൾപ്പെടുന്ന നേതൃസംഘത്തിന്റെ സ്വീകരണം. തിരുവിതാംകൂർ ശംഖുമുദ്ര പേറുന്ന ബോട്ട് ജെട്ടി കടന്ന് പടിഞ്ഞാറേ നടയിലൂടെ കച്ചേരി കവലയിലേക്ക്. ദേശീയ ശ്രദ്ധ നേടാൻ പോകുന്ന സത്യാഗ്രഹത്തിന്റെ ഭാവരൂപമാറ്റങ്ങൾ ആദ്യമറിഞ്ഞതും ഇന്നും മറവിയിലേക്ക് ഒതുക്കുന്ന ഈ ചെറിയ കെട്ടിടമായിരുന്നു. ഗാന്ധിയുടെ സന്ദർശനത്തിന് എത്രമേൽ പ്രാധാന്യം വൈക്കം സത്യാഗ്രഹത്തിനുണ്ടോ അത്രമേൽ ബോട്ട് ജെട്ടിയും ചരിത്രത്തിലുണ്ട്. എന്നാൽ കാലം മാറിയപ്പോൾ അവഗണനയുടെ ചരിത്രത്തിലേക്ക് ബോട്ട് ജെട്ടിയും നിറം മങ്ങി. സത്യാഗ്രഹത്തിന്റെ 50-ാം വർഷത്തിൽ വൈക്കത്തെത്തിയ ഇന്ദിരാഗാന്ധി അന്ന് മുന്നോട്ട് വെച്ചതും ബോട്ട് ജെട്ടി സ്മാരകമാക്കണമെന്ന ആവശ്യമായിരുന്നു. മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 ലക്ഷം രൂപ ചെലവിട്ടാണ് ഇത് നവീകരിച്ചത്. പഴമ ഒട്ടും നഷ്ടപ്പെടാതെയാണ് നവീകരണം. ഇതിനോട് ചേർന്ന് തന്നെ ഒരു മനോഹരമായ റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്നും വെറും 6 രൂപ മാത്രമാണ് തവണക്കാട് ബോട്ട് ജെട്ടിയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. അതുകൊണ്ട് തന്നെ ഒരു ബോട്ട് സഫാരി നടത്താമെന്ന് ഞാൻ തീരുമാനിച്ച് ബോട്ടിനുള്ളിലേക്ക് കയറി. പ്രൈവറ്റ് ബസ്സിൽ പോകുമ്പോൾ ഉള്ള അതേ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് ബോട്ടിലുണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമാ പാട്ടൊക്കെ ഇട്ട് വളരെ എൻജോയ് ചെയ്തായിരുന്നു ഈ ഒരു ട്രിപ്പ്. അതിനടുത്ത് എൻ്റെ കൂടെ ഇരുന്ന ഒരു കുട്ടി എൻ്റെ സബ്സ്ക്രൈബർ കൂടിയായിരുന്നു. വളരെ ചുരുക്കം സബ്സ്ക്രൈബേഴ്സ് എനിക്കുള്ളെങ്കിൽ പോലും ആ കുട്ടി എൻ്റെ വീഡിയോസൊക്കെ നേരത്തെ കണ്ടിരുന്നു. എന്നോട് ഒരുപാട് സംസാരിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള യാത്രകളിൽ ഇതാദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ വീഡിയോസ് കണ്ട ഒരാളെ ഞാൻ നേരിട്ട് കാണുന്നത്. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ പിന്നിട്ട് തവണക്കാട് ബോട്ട് ജെട്ടിയിലേക്ക് അവസാനം ബോട്ട് എത്തിയിരിക്കുകയാണ്. അതിനുശേഷം എങ്ങോട്ടൊന്നുമില്ലാതെ വീണ്ടും യാത്ര ആരംഭിച്ചു. ചേർത്തല വരെയായിരുന്നു പിന്നീട് പോകാമെന്ന് വിചാരിച്ചത്. അതിനുശേഷം അവിടുന്ന് നമുക്ക് മുഹമ്മ കുമരകം ബസ്സൊക്കെ കണ്ടപ്പോൾ മുഹമ്മയിലേക്ക് പോകാമെന്ന് കരുതി മുഹമ്മയിലോട്ട് യാത്ര തിരിച്ചു. മുഹമ്മ ബോട്ട് ജെട്ടിയിലെത്തി. എങ്ങോട്ട് പോകണം എന്നറിയാതെ നിന്നപ്പോഴാണ് കുമരകത്തിന് 16 രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്ന് ഞാൻ അറിഞ്ഞത്. എന്നാൽ പിന്നെ അടുത്ത ട്രിപ്പ് കുമരത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബോട്ടിനായിട്ട് കാത്തു നിന്നു. അവിടെ പാതിരാമണലിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് യാത്രക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് 1000 രൂപയായിരുന്നു ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. 10 പേരായാൽ ഒരാൾക്ക് 100 രൂപ വെച്ച് പോകാവുന്നതാണ്. അവിടം വരെ പോയി വരാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുമരകത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അതിനായി വെയിറ്റ് ചെയ്തു. ബോട്ട് വരാൻ കുറച്ച് സമയമെടുത്തെങ്കിലും അത്രയും നേരം എനിക്ക് ബോറടിച്ചതേയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കായലിൻ്റെ ഭംഗി അത്രത്തോളമായിരുന്നു. ഒരുപാട് പേര് ഇതുവഴി ബോട്ട് മാർഗം സഞ്ചരിക്കാനായി എത്താറുണ്ട്. ഇതാണ് ഞാൻ കുമരകത്തേക്ക് പോയ ബോട്ട്. ഏകദേശം 1 മണിക്കൂർ ഇടവിട്ടാണ് ഇവിടെ നിന്ന് കുമരകത്തേക്ക് സർവീസുകൾ നടത്തുന്നത്. Once in a while I dream. Once in a while I think of you.
I reminisce on days gone by when you and I were new. Once in a while I dream, hoping that you'd return to me, but I know that you're not coming back, so once in a while I dream. Each moment passes like hours, each day is dark as the night. Since we have ended, I just pretend I have a reason to live. It's sad how the seasons change, sad how the feelings go.